ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദേവീസ് പ്ലാനറ്റ്. നമുക്ക് വളരെ ടേസ്റ്റിയായ ഒരു കറി റെസിപ്പിയാണ്. ചോറിനും ചപ്പാത്തിക്കും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ഓയിലൊന്ന് ചൂടായി കിട്ടട്ടെ. ഓയിൽ ചൂടായതിന് ശേഷം കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ ചെറിയ ജീരകം ഒന്ന് പൊട്ടി കിട്ടണം. അപ്പോൾ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു 5 പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. വളരെ ടേസ്റ്റിയായ ഒരു അടിപൊളി കറിയാണ്. ചപ്പാത്തിക്കും ചോറിനും കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഒരു മടങ്ങ് വഴണ്ടി പോകണ്ട, ജസ്റ്റ് ഒന്ന് കളർ മാറി ചേഞ്ചായി വരുമ്പോഴേക്കും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു സവാള കൊത്തി എരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊക്കെ ഒന്ന് വഴറ്റി കിട്ടുന്ന സമയം മാത്രം മതി നമ്മുടെ ഈ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. വെജിറ്റേറിയൻകാർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ ഈ സവാളയൊക്കെ ഒന്ന് വഴറ്റി ഇട്ടിട്ടുണ്ട്. ഒരുപാടങ്ങ് വഴറ്റി പോകേണ്ട, സവാളയും ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 തക്കാളി ഞാനിവിടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നല്ലോണം ഒന്ന് ഉടഞ്ഞു കിട്ടണം, എന്നാൽ മാത്രമേ അതിൻ്റെ ജ്യൂസൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, നമ്മുടെ തക്കാളിയെല്ലാം നല്ലോണം വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. അപ്പം നമ്മുടെ ഈ കൂട്ടെല്ലാം ഒന്ന് ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ മസാലകൾ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. ഞാനിവിടെ 2 സ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ എരിവ് ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1.5 സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ജീരകം പൊടിച്ചത് ഒരു 1/4 സ്പൂണും കൂടെ തന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ ഈ മസാലകളൊന്ന് ചൂടാക്കിയിട്ടെ. തീ ലോ ഫ്ലെയിമിൽ വയ്ക്കാനൊന്ന് ശ്രദ്ധിക്കണേ, കാരണം നമ്മുടെ ഈ പൊടികൾ പെട്ടെന്നൊന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഇതെല്ലാം ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കൂട്ടും ഈ മസാലയെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാലകളെല്ലാം തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കാവൂ. ഈ കൂട്ടൊന്ന് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രമുള്ള വെള്ളം, ഒരുപാട് വെള്ളം ഒഴിച്ച് കളയരുതേ. നമ്മുടെ കൂട്ടൊന്ന് കുഴഞ്ഞ ഒരു പേസ്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് സ്കിന്നെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതിൽ കിടന്ന് വേണം നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം ആവശ്യമാണെന്ന് വെച്ചാൽ 1 സ്പൂണോ 2 സ്പൂണോ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാടങ്ങ് ഒഴിക്കരുത്. ഇത് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ മസാലകളെല്ലാം പെട്ടെന്ന് കരിഞ്ഞ് അടിക്ക് പിടിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയും അടച്ച് വെച്ച് വേണം നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 2-3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമ്മുടെ ഈ മസാലകളൊന്നും കരിയാതെ കിട്ടുകയുള്ളൂ. നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് കൂടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞിട്ടൊന്നുമില്ല, എന്നാൽ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഒരു സ്പൂൺ വെച്ചോ ഫോർക്ക് വെച്ചോ കുത്തി നോക്കുമ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തോ എന്ന് മനസ്സിലാകും. ഇവിടെ ഉരുളക്കിഴങ്ങ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്.
ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വഴുതനങ്ങയാണ്. ഞാനിവിടെ ഒരു വലിയ വഴുതനങ്ങ കട്ട് ചെയ്തെടുത്തത് ക്ലീൻ ചെയ്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ ചേർത്തതിന് ശേഷം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വഴുതനങ്ങ ഒരുപാടങ്ങ് കുക്കിംഗ് ടൈം ആവശ്യമില്ലാത്ത ഒരു വെജിറ്റബിളാണ്. പെട്ടെന്ന് തന്നെ ഇതൊന്ന് കുക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ ഈ മസാലകളെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വഴുതനങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടുന്നു. നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. തീ കൂട്ടി വയ്ക്കരുതേ, എന്നാൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. ഒരു 5 മിനിറ്റ് മാത്രം മതിയാകും നമ്മുടെ ഈ വഴുതനങ്ങയും എല്ലാം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാം തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. മസാല എല്ലാം പിടിച്ച് വളരെ ടേസ്റ്റിയായി കുഴഞ്ഞ പരുവത്തിലൊരു കറിയാണ്. ചപ്പാത്തിക്കും അതുപോലെ ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കറിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓണാക്കി ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കാൻ മറക്കരുതേ. ഒരു ചെറിയ തക്കാളിയുടെ ചെറിയൊരു കഷ്ണം ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒരല്പം മല്ലിയിലയും കൂടി വിതറിയതിന് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റിയായ കറി ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടാൽ ആ ലൈക്ക് ബട്ടൺ ടച്ച് ചെയ്ത് ചെറിയൊരു പ്രോത്സാഹനം കൂടെ തരണേ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.